ഹലോ, നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ, ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാണാത്ത തീരങ്ങൾ എന്ന നോവലിൻ്റെ 16-ാമത്തെ അധ്യായമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നോവലിലേക്ക് സ്വാഗതം. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ നോവലിലേക്ക് പോയാലോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല, പല വിധത്തിൽ അനാഥരാകുന്ന കുട്ടികളുണ്ട്. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് അനാഥരാകുന്നവരെ ആ കൂട്ടത്തിൽ പെടുത്തണ്ട. പ്രസവിച്ച ഉടനെ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലിമ അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടതാണോ എന്ന് നമുക്ക് തീർച്ചയില്ലല്ലോ അച്ഛാ. സന്തു, ഞാനൊരു മജിസ്ട്രേറ്റാണ്. ഇതുപോലത്തെ പല കേസുകൾ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. അതിൽ ഭൂരിപക്ഷം കേസുകളും ഞാൻ ഈ പറഞ്ഞ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഉണ്ടായിരിക്കാം എന്ന് വെച്ച് അല്ലിമ അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവളായിരിക്കണമെന്നില്ലല്ലോ. അല്ലാത്ത സംഭവങ്ങളും ഇല്ലേ? നിനക്ക് ചിന്താശേഷിയില്ലേ സന്തു? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തുകൊണ്ടാണ് ഒരു കുഞ്ഞ് ഉപേക്ഷിക്കപ്പെടുന്നത്? ആരെങ്കിലും അതിനുണ്ടാവും, അച്ഛനോ അമ്മയോ ബന്ധുക്കളോ. എന്നിട്ടും ഉപേക്ഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? എനിക്കറിയില്ല. അതിനെ വളർത്താനും സംരക്ഷിക്കാനും ഉള്ള സാഹചര്യം മുന്നിലില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. എന്തുകൊണ്ടില്ല? ചിലപ്പോൾ പണമില്ലാണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രസവത്തോടെ അതിൻ്റെ അമ്മ മരിച്ചു പോയിട്ടുണ്ടാവും. അതോ അല്ലെങ്കിൽ കുഞ്ഞു മരിച്ചുപോയി എന്ന് പറഞ്ഞ് അതിൻ്റെ അമ്മയെ ബന്ധുക്കൾ വിശ്വസിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ ശരി. എങ്ങനെയുള്ള ആളുകളാണ് അത് ചെയ്യുന്നത്? ഈശ്വരവിശ്വാസമുള്ളവരും മതനിഷ്ഠയുള്ളവരും അത് ചെയ്യുമോ? മനസാക്ഷിയുള്ളവരും മര്യാദക്കാരും ചെയ്യുമോ? അന്തസ്സും കുലീനത്വം ഉള്ളവർ ചെയ്യുമോ? കരുണയും സ്നേഹമുള്ളവർ ചെയ്യുമോ? ഇതൊന്നും ഇല്ലാത്തവർ ചെയ്യൂ. അതാണ് ഞാൻ പറഞ്ഞ ക്രിമിനൽ മൈൻഡ്. അച്ഛൻ പറഞ്ഞ പോലെ അന്തസ്സും മര്യാദയുള്ള ഒരു നല്ല കുടുംബത്തിലൊരു പെൺകുട്ടി പഠിച്ചുകൊണ്ടിരിക്കെ ഒരു സഹപാഠിയായിട്ട് സ്നേഹിച്ചു. അവർ തമ്മിൽ കൂടുതൽ അടുത്തു. ജോലി കിട്ടിയാൽ മാരേജ് നടത്താമെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അവനൊരു ആക്സിഡൻറ്റിൽ മരിച്ചു. പെൺകുട്ടി ഗർഭിണിയാണ്. അക്കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. ഒടുവിൽ അന്തസ്സുള്ള വീട്ടുകാർ അറിഞ്ഞ് പുറത്തെറിഞ്ഞ മാനക്കേടാണ്. അവർ പെൺകുട്ടിയെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചു. പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞിനെ ഉപേക്ഷിച്ചു. ഇതിലെവിടെയാണ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്? ഇങ്ങനെയാണോ അല്ലിമയുടെ കാര്യത്തിൽ സംഭവിച്ചത്? ജയദേവൻ നമ്പ്യാർ മകനെ ചുഴിഞ്ഞു നോക്കി. എനിക്കറിയില്ല, ഇങ്ങനെയും സംഭവിക്കാറില്ലേ? നീ പറഞ്ഞ മാതിരിയുള്ള കഥകളൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. പക്ഷെ 100-1 അങ്ങനെ സംഭവിക്കാറുള്ളൂ. എങ്കിൽ പോലും അവിടെ ഒരു ക്രൈം നടന്നിട്ടില്ലേ? ആരാണ് ക്രൈം ചെയ്തത്? അങ്ങനെ ചെയ്യാത്തവരാരുള്ളത്? അച്ഛൻ ചെയ്തിട്ടില്ലേ? അച്ഛൻ മനസാക്ഷിയില്ലാതെ പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. മുഖത്ത് അടികിട്ടിയതുപോലെയായിരുന്നു നമ്പ്യാർ. എപ്പോ? എവിടെ വെച്ച്? ഒരു തവണയെന്നല്ല, പലതവണ അച്ഛൻ പലരോടും ക്രൂരമായിട്ട് പെരുമാറിയിട്ടുണ്ട്. ഞാനും ചിലപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ മനുഷ്യ സഹജമാണ്. വലിയ വലിയ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും വക്കീലുമാരും എല്ലാവരും ക്രൈം ചെയ്യുന്നുണ്ട്. കൈക്കൂലി വാങ്ങുന്നതും സ്വജനപക്ഷപാതം കാണിക്കുന്നതും അർഹതയില്ലാത്ത സ്വത്ത് കൈവശപ്പെടുത്തുന്നതും ക്രൈമല്ലേ? ജയദേവൻ നമ്പ്യാർക്ക് ഉത്തരം മുട്ടി. അതുവരെ മിണ്ടാതെ കേട്ടുനിന്ന രാജശ്രീ ഇപ്പം മകനൊപ്പം ചേർന്നു. അതവൻ പറഞ്ഞത് ശരിയാ. ഭൂരിപക്ഷം പേരും എത്ര ഭക്തന്മാരായാലും ശരി, തരം കിട്ടിയാൽ ചെയ്യും. ദൈവത്തിൻ്റെ ഭണ്ഡാരപ്പെട്ടിലും കൈയിട്ട് വരും. അല്ലിമയുടെ മുഖത്ത് നോക്കിയിട്ട് അച്ഛൻ എങ്ങനെ പറയാൻ സാധിക്കും അവളൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണെന്ന്? അച്ഛൻ പറയുന്ന പോലെ അന്തസ്സും ആഭിജാത്യവും ഒക്കെ ഉള്ളൊരു തറവാട്ടിൽ പിറന്ന കുട്ടിയാണെന്നല്ലേ തോന്നുന്നു കണ്ടാൽ? അത് നീ അവളുടെ സൗന്ദര്യം കണ്ടിട്ട് പറയുന്നതാ. ക്രൈം ചെയ്യുന്ന സ്ത്രീകൾക്ക് സൗന്ദര്യം ഉണ്ടാവില്ലെന്നാണോ നിൻ്റെ വിശ്വാസം? ചാരസുന്ദരിമാരെന്ന് നീ കേട്ടിട്ടില്ലേ? ലോകരാജ്യങ്ങളെല്ലാം തന്നെ സ്പൈ വർക്കിന് സുന്ദരികളായ സ്ത്രീകളെയാണ് ഉപയോഗിക്കാറ്. സുന്ദരികളായ സ്ത്രീകളെ ഉപയോഗിച്ച് കള്ളക്കടത്ത് നടത്തുന്നവരില്ലേ? ലോകത്തെമ്പാടുള്ള ഏത് റെഡ് സ്ട്രീറ്റിലും ഏത് നൈറ്റ് ക്ലബിലും സുന്ദരികളാണ് വിൽപ്പന ചരക്ക്. സൗന്ദര്യം ഇല്ലാത്തവർക്ക് അവിടെ സ്ഥാനമില്ല. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനും സൗന്ദര്യം ഉണ്ടാകാം. അതുകൊണ്ട് ഒരാളുടെ സൗന്ദര്യം കണ്ടിട്ട് അവൾ കുലീനയാണെന്നൊന്നും നീ ഉറപ്പിക്കണ്ട. പെരുമാറ്റവും സംസാരം കാണുമ്പോൾ അറിയാൻ കഴിയില്ലേ? സ്നേഹിച്ചിരിക്കുമ്പോൾ സ്ത്രീകൾ വളരെ മധുരമായിട്ട് പെരുമാറും. കോപിച്ചിരിക്കുമ്പോൾ, മനസ്സ് പതറുമ്പോൾ, നിലനിൽപ്പിന് ഭീഷണി ഉണ്ടാകുമ്പോൾ ഒരു സ്ത്രീ എങ്ങനെ പെരുമാറുമെന്ന് നോക്കണം. അതായിരിക്കും ശരിക്കുള്ള സ്വഭാവം. നമ്പ്യാർ വിട്ടുകൊടുക്കാൻ ഭാവമില്ലായിരുന്നു. ഒരാൾ ഒരു അറേഞ്ച്ഡ് മാരേജ് നടത്തുമ്പോൾ കല്യാണം കഴിക്കുന്ന പെണ്ണ് കോപിച്ചാൽ എങ്ങനെയായിരിക്കും എന്ന് ടെസ്റ്റ് ചെയ്തിട്ടാണോ? സന്ദീപിച്ച് വെച്ചു. കുടുംബത്തിൽ പിറന്ന പെണ്ണ് എങ്ങനെ പെരുമാറുമെന്ന് ഒരു ഏകദേശ ധാരണയുണ്ടാവും. അതിനും കൂടി വേണ്ടിയാണ് കുടുംബം നോക്കുന്നത്. ക്രിമിനൽ മൈൻഡുള്ളവരെ മക്കളെ കല്യാണം കഴിച്ചാൽ മറ്റന്നാൾ അവൾ നിന്നെ വിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോയെന്നിരിക്കും. നീ ഉറങ്ങിക്കിടക്കുമ്പോൾ കാമുകനെ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊന്നെന്നിരിക്കും. നിൻ്റെ ഭക്ഷണത്തിൽ സയനൈഡ് ചേർത്ത് തന്നെ ഇല്ലാതാക്കിയെന്ന് വരുന്നു.
ഇതൊക്കെ കൊണ്ടാണ് പണ്ട് കാലം മുതൽക്ക് തന്നെ കുടുംബക്കാർ കല്യാണം ആലോചിക്കുമ്പോൾ തറവാടിത്വം അന്തസ്സും മര്യാദയും ഒക്കെ കണക്കിലെടുക്കുന്നത്. ആ കാലമൊക്കെ പോയി അച്ഛാ. ഇപ്പം അണുകുടുംബങ്ങളാണ്. അച്ഛനും അമ്മയും 1-2 മക്കളും. രോഗമുണ്ടോയെന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ അറിയാം. തറവാടിത്വം സ്കാൻ ചെയ്താൽ കിട്ടത്തില്ലല്ലോ. അതെ, അതുകൊണ്ടാണ് ഡിവോഴ്സ് കേസുകൾ പെരുകുന്നത്. ആയിരക്കണക്കിന് കേസുകളാണ് കുടുംബക്കോടതിയിൽ. കാണുന്നു, പ്രേമിക്കുന്നു, കെട്ടുന്നു, ആളെ മനസ്സിലാക്കുന്നു, അടിച്ചു പിരിയുന്നു. എൻ്റെ മകന് അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചുകൂടാ എന്നെൻ്റെ അച്ഛനെന്ന നിലയിലുള്ള ന്യായമായ ആഗ്രഹമാണ്. അല്ലിമ ഒരു ഓർഫനാണെന്നതിൻ്റെ പേരിൽ അവളെ വിട്ടുകളയാൻ ഞാൻ തയ്യാറില്ല. കാരണം അതവളുടെ കുറ്റമല്ല. നല്ല കുട്ടിയായിട്ട് അവൾ ഇതുവരെ ജീവിച്ചത്. മോശം സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയെ ഒരു വളർത്തച്ഛനും ഒരു വളർത്തമ്മയ്ക്കും സ്വന്തം മോളെപ്പോലെ സ്നേഹിക്കാൻ പറ്റില്ല. അവളുടെ നന്മകൾ കണ്ടിട്ട് തന്നെയായിരിക്കണം അവർക്ക് അവളോട് ഇത്രയും സ്നേഹം. അതൊന്നും വലിയ കാര്യമല്ല. അവരവളെ നല്ല പാഠങ്ങൾ പഠിപ്പിച്ച് തന്നെയായിരിക്കും വളർത്തിയത്. നല്ല ശിക്ഷണത്തിൽ വളർന്ന നല്ല മനുഷ്യരാകും. അത് പോരെ അച്ഛാ, പോരാ. അവളുടെ അടിസ്ഥാന സ്വഭാവം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. വലിയ മനക്ഷോഭമോ പ്രലോഭമോ പതർച്ചയോ ഉണ്ടായാൽ അവൾ എങ്ങനെ പെരുമാറുമെന്ന് പോലും നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. അച്ഛനീ പറയുന്നതൊക്കെ ഒരുമാതിരി വരട്ടുവാദമാണ്. ഇതൊന്നും ന്യായമല്ല. ഞാനെന്തായാലും അച്ഛൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ തീരുമാനിച്ചിട്ടില്ല. എനിക്കൊരു ശരിയുണ്ട്. അതിനനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റും. നിനക്കൊരു ചങ്കൂറ്റം കാണും. ചെറുപ്പമാണല്ലോ, ജോലിയുണ്ട്, ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കാനുള്ള നിയമപരമായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ വീട്ടിൽ നിനക്ക് പിന്നെ ഒരു സ്ഥാനം ഉണ്ടാവില്ല. എനിക്കൊരു മകനില്ലെന്ന് ഞാനങ്ങ് കരുതും. ഈ ഡയലോഗ് സിനിമയിലും നാടകത്തിലൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുള്ളതാണ്. ഇത് കേട്ടിട്ട് ഇന്നത്തെ കാലത്ത് സ്നേഹിച്ച പെണ്ണ് പോലും ഒരു ഇഞ്ച് പിന്നോട്ട് പോകില്ല. പിന്നല്ല പുരുഷൻ. ഇങ്ങനൊരു അച്ഛനില്ലെന്ന് എനിക്കും കരുതാമല്ലോ. ഞാൻ തന്ന ചോറുണ്ട് വളർന്ന്, ഞാൻ തന്ന വിദ്യാഭ്യാസം കൊണ്ട് സമ്പാദിച്ച് അതിൻ്റെ ശമ്പളം പറ്റി തിന്നുകൊണ്ട് നിനക്ക് അച്ഛനില്ലെന്ന് ചിന്തിക്കാൻ നിനക്ക് പറ്റൂടാ. നന്ദി കിട്ടവനെ. ജയദേവൻ നമ്പ്യാർ രോഷാകുലനായി. അച്ഛന് മകനെ വേണ്ടെങ്കിൽ മകൻ അച്ഛനെയും വേണ്ട. ഇന്ന് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണോ? പോയിക്കോളാം. അത് പറഞ്ഞ് സന്ദീപ് തിരിച്ച് കോണിപ്പടി കയറാൻ തുടങ്ങി. രാശ്രീ വേവലാതിയോടെ ഭർത്താവിനെ നോക്കി. സംഭവം ഉദ്ദേശിച്ചതിനേക്കാൾ കടന്നുപോയെന്ന് ജയദേവൻ നമ്പ്യാർക്കും തോന്നി. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, കോണിപ്പടി കയറിക്കൊണ്ടിരുന്ന സന്ദീപിനോടായി അയാൾ പറഞ്ഞു. അല്ലിമ നല്ലൊരു കുടുംബത്തിൽ ജനിച്ചവളാണെന്ന് നീ തെളിയിച്ചോണ്ട് വാ. നീ ആണത്തമുള്ളവനാണെങ്കിൽ അതാ ചെയ്യേണ്ടത്. സന്ദീപ് തിരിഞ്ഞു നിന്നു. 21 വർഷം മുമ്പ് എവിടെയോ നടന്നൊരു സംഭവം ഞാൻ എങ്ങനെ തെളിയിക്കാനാ? അങ്ങനെ അന്വേഷിച്ചിട്ടും കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അച്ഛൻ സമ്മതിക്കുമോ? ഒരിക്കലുമില്ല. പിന്നെ ഞാനെന്തിനാ എൻ്റെ കോൺഫിഡൻസ് കളയുന്നത്? അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. ഈ ഭൂമിയിൽ പ്രായപൂർത്തിയായ ഒരു ആണിനും പെണ്ണിനും ജീവിക്കണമെങ്കിൽ അഗ്നിപരീക്ഷണം നടത്തണോ? അത് എവിടുത്തെ നിയമം? സന്ദീപ് ക്ഷുഭിതനായി കോണിപ്പടി കയറി അവൻ്റെ മുറിയിലേക്ക് പോയി. ഇത്രയൊക്കെ പറയണമായിരുന്നോ? രാശ്രീ ഭർത്താവിനോട് ചോദിച്ചു. എൻ്റെ മകനൊരു ഓർഫനെ കല്യാണം കഴിക്കേണ്ട കാര്യമില്ല. അതും നാളും നക്ഷത്രവും ജാതകവും ഇല്ലാത്ത ഒരുത്തിയെ. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. 10-28 വർഷം കൊണ്ട് ഞാൻ കെട്ടിപ്പൊക്കിയെടുത്ത കുടുംബമായത്. ഇതിനൊരു വിള്ളൽ വീഴ്ത്താനോ ഇതിൻ്റെ അടിത്തറ ഇളക്കാനോ ആര് നോക്കിയാലും ഞാൻ സമ്മതിക്കത്തില്ല. കൊള്ളരുതാത്തൊരു പെണ്ണ് വന്ന് കയറിയാൽ ഇത് ശിഥിലമായി പോയെന്ന് വരും. അതും ഞാൻ കണ്ടിട്ടുണ്ട്. വിട്ടുവീഴ്ചയില്ലാത്ത സ്വരത്തിൽ നമ്പ്യാർ പറഞ്ഞു. എനിക്ക് കോടതിയിൽ പോകണം. അയാൾ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോയി. അരമണിക്കൂറിനുള്ളിൽ വേഷം മാറി വന്നു. കാറിൽ കയറി ആലപ്പുഴയ്ക്ക് പോവുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ സന്ദീപും ഡ്രസ്സ് മാറി ഇറങ്ങി വന്നു. നീ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ എറണാകുളം വരെ പോവാം. അവിടെ എന്തിന്? രാജശ്രീ എന്താളിച്ചു. എനിക്ക് അല്ലി ഒന്ന് കാണണം. നിനക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ഫോണിൽ വിളിച്ചാൽ പോരെ? പോരാ, നേരിട്ട് കാണണം. സന്തു, അവരിപ്പോൾ നമ്മളോട് പിണങ്ങിയിരിക്കാം. കല്യാണം നടക്കില്ലെന്ന് അച്ഛൻ തീർത്ത് പറഞ്ഞിടത്തേക്ക് നീ ചെന്നാ അവരെങ്ങനെയായിരിക്കും നിന്നോട് പെരുമാറുക എന്ന് വല്ല നിശ്ചയമുണ്ടോ നിനക്ക്? അവരെന്നെ തല്ലുവോ? അങ്ങനെ ഒരു പേടിയുണ്ടോ അമ്മയ്ക്ക്? അവർ മോശമായിട്ട് സംസാരിച്ചത് കേൾക്കണ്ടേ? ഇനി മേലെ ആ വീട്ടിൽ കയറിപ്പോരുതെന്ന് പറഞ്ഞാൽ നിന്നെ ആട്ടിയാലോ? അത് നീ സഹിക്കണ്ടേ? എന്തൊരു നാണക്കേടാ. അല്ലി എൻ്റെ ശത്രുവല്ലല്ലോ. എന്നെ സ്നേഹിച്ചവളല്ലേ. ഞാൻ മോശമായി അവളോട് പെരുമാറിയിട്ടില്ല. ഒരുപക്ഷെ ഇനി അവിടെ ചെല്ലരുതെന്നോ കാണരുതെന്നോ ഫോൺ വിളിക്കരുതെന്നോ ഒക്കെ പറഞ്ഞെന്ന് വരും. അത് കേട്ടാ എനിക്ക് നാണക്കേടൊന്നുമില്ല അമ്മേ. എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല, വേദനയും സങ്കടവും കൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. സന്തു, നീ ഉടനെ അവിടെ ചെല്ലണ്ട. കുറച്ച് കഴിയട്ടെ. മുറിവുണ്ടായ അപ്പം തന്നെ മരുന്ന് വെച്ച് കെട്ടണം. അത് പഴുത്ത് വ്രണമായി കഴിഞ്ഞിട്ടല്ല ചികിത്സിക്കേണ്ടത്. സന്ധ്യ പോകാനായി മുറ്റത്തേക്ക് ഇറങ്ങി. കാറിനടുത്തെത്തിയിട്ട് തിരിഞ്ഞു നിന്നു. ചിലപ്പോൾ ഞാനിന്ന് തിരിച്ചു വരും, അല്ലെങ്കിൽ ഫോൺ വിളിച്ചു പറയും. ഞാനല്ലെങ്കിൽ കിച്ചു വിളിച്ചോളൂ. അച്ഛനോട് ഞാനെന്ത് പറയണം?
ഞാൻ എറണാകുളത്ത് പോയിരിക്കുകയാണെന്ന്. അല്ലാതെന്താ, ഞാനെന്താ കൊച്ചുകുട്ടിയാണോ? സന്ദീപ് കാറിൽ കയറി. കാറ് മുറ്റത്തിട്ട് വളച്ചെടുത്ത് പോകുന്നത് നോക്കിക്കൊണ്ട് രാജശ്രീ സിറ്റൗട്ടിൽ നിന്നു. വൈഷ്ണവി സിറ്റൗട്ടിൽ ഇടയ്ക്കിടെ വന്ന് നോക്കിയിട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇൻഫോ പാർക്കിൽ നിന്നും കിഷോർ എത്തി. വന്നില്ലേ? കിഷോർ അമ്മയോട് തിരക്കി. ഇല്ല, എത്തേണ്ട സമയമായല്ലോ. ചിലപ്പോൾ വരുന്ന വഴി ഓഫീസിൽ കയറി എന്തെങ്കിലും വർക്കുണ്ടെങ്കിൽ തീർത്തിട്ടുണ്ടായിരിക്കും. ഇല്ല, ചേച്ചി പത്ര ഓഫീസിൽ കുറച്ച് മുമ്പ് വിളിച്ചു ചോദിച്ചു. ഇന്നവിടെ ചെന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഇങ്ങോട്ട് തന്നെയാണ് പോകുന്നതെന്ന് ഉറപ്പാണല്ലോ. പറഞ്ഞത് അങ്ങനെയാ. നമ്മളിങ്ങനെ നോക്കിയിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഒറ്റയ്ക്ക് അങ്ങോട്ട് വിടരുതെന്ന് ചേച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആരെങ്കിലും കൂടെ ചെല്ലണം. എന്തിനാ അവരൊക്കെ ഇത്ര പേടിക്കുന്നത്? എനിക്കതാ മനസ്സിലാവാത്തത്. എടാ, കല്യാണ ഉപേക്ഷേൻ്റെ ദേഷ്യം അവർക്കുണ്ടാവുമല്ലോ. അവർ മുഖത്തടിക്കുന്ന പോലെ വല്ലതും പറഞ്ഞാൽ നമുക്കത് വലിയ അപമാനമല്ലേ? നമ്മളാരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവർ പറയാണ്ടിരിക്കുമോ? സംസാരിച്ച് നിൽക്കുമ്പോൾ അല്ലിമയെ അവളുടെ വീടിൻ്റെ ടെറസിൽ കണ്ടു. ദേ, അവളിങ്ങോട്ട് നോക്കുന്നു. വൈഷ്ണവി ശബ്ദം താഴ്ത്തി. നോക്കട്ടെ, ഇതിനു മുമ്പ് നോക്കിയിട്ടുണ്ടല്ലോ. ഇപ്പോഴെന്താ പ്രത്യേകത? അല്ലിമ അവളുടെ നേർക്ക് കൈ ഉയർത്തി കാണിച്ചു. പ്രതികരണമൊന്നും ഉണ്ടായില്ല. കണ്ടോ, അവൾ മിണ്ടുന്നില്ല. ദേഷ്യത്തിലായിരിക്കും നമ്മളോട്. പെട്ടെന്ന് അല്ലിമയുടെ നോട്ടം 5-ാം നമ്പർ റോഡിന് നേർക്ക് തിരിയുന്നത് കിഷോർ കണ്ടു. ഉടൻ കിഷോറും റോഡിൻ്റെ ഭാഗത്തേക്ക് നോക്കി. സന്ദീപിൻ്റെ കാർ വരുന്നു. അമ്മേ, സന്തോട്ടൻ. വൈഷ്ണവിയും കണ്ടു. കിഷോർ അല്ലിമയുടെ നേർക്ക് വീണ്ടും നോക്കി. അവൾ വേഗം ടെറസിൽ നിന്നും പിൻവാങ്ങുന്നതാണ് കണ്ടത്. സന്ദീപിൻ്റെ കാറ് അവളുടെ വീടിന് മുമ്പിൽ സ്ലോ ചെയ്തു. പക്ഷെ തീരെ നിർത്തിയില്ല. അത് മെല്ലെ ഒഴുകി കിഷോറിൻ്റെ ഗേറ്റിന് മുന്നിൽ വന്നു. ഗേറ്റ് തുറന്നിട്ടിരിക്കുകയായിരുന്നു. കാറ് വളഞ്ഞ് ഗേറ്റ് കടന്ന് വീട്ടുമുറ്റത്തേക്ക് കയറി. കാർ പോർച്ചിലേക്ക് കയറ്റിയിട്ട് കൊള്ളാൻ കിഷോർ ആംഗ്യം കാട്ടി. അവിടുത്തെ കാറ് സുധാകരൻ നായർ കൊണ്ടുപോയിരിക്കുകയാണ്. സന്ദീപ് കാറ് മുറ്റത്തിനരികെ പാർക്ക് ചെയ്തിട്ട് കീച്ചെയിനുമായി ഇറങ്ങിച്ചെന്നു. അവൻ്റെ നോട്ടം അല്ലിമയുടെ വീടിന് നേർക്ക് ഇടയ്ക്കിടയ്ക്ക് പാറി വീണു. സന്ദീപ് സിറ്റൗട്ടിൽ ചെന്ന് കയറി. നിന്നെ കണ്ടോ അവള്? വൈഷ്ണവി ആദ്യം അത് തന്നെ ചോദിച്ചു. കണ്ടിട്ടുണ്ടാവും, ഞാൻ കാറോടിച്ച് വരുമ്പോൾ ടെറസിൽ നിൽപ്പുണ്ടായിരുന്നു. സന്ദീപ് പറഞ്ഞു. നമുക്ക് നോക്കാം ഇങ്ങോട്ട് വരുമെന്ന് വൈഷ്ണവി പറഞ്ഞു. മുമ്പൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. നിൻ്റെ കാറ് കണ്ടാൽ മതി, പാഞ്ഞെത്തും. ഏയ്, ഇത്തവണ അങ്ങനെ വരുന്നു തോന്നില്ല ആൻറ്റി. കാലാവസ്ഥ മാറിയില്ലേ? എന്ത് കാലാവസ്ഥ? കിഷോർ ആശ്ചര്യപ്പെട്ടു. അന്ന് നീലാകാശം, സൂര്യൻ, ഇളം വയൽ, കുഞ്ഞുകാറ്റ്. ഇന്ന് ഇരുണ്ട ആകാശം, കാർമേഘം, ഇടിമിന്നൽ, കൊടുങ്കാറ്റ്. ആരും പുറത്തിറങ്ങാൻ മടിക്കും. സന്ദീപ് തമാശ മട്ടിൽ ചെറുചിരിയോടെ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെന്ന് കാണണം, അതാണ് മര്യാദ. നിന്നെ അവൾ കണ്ടല്ലോ. അവളെ കാണാൻ വേണ്ടി നീ വന്നിരിക്കുന്നതെന്ന് അവൾക്കറിയരുതോ? പിന്നെന്താ ഇങ്ങോട്ട് വന്നാൽ? അവൾ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. പാവല്ലേ ആൻറ്റി. സന്ദീപ് കരുണാർത്ഥനായി. ഇന്നലത്തെ എക്സിസ്റ്റൻസ് അവൾക്കുണ്ടെന്ന് മനസ്സിലെങ്കിലും അവളുടെ അസ്തിത്വം തകർന്നില്ലേ? നമ്മളെ ആശ്വസിപ്പിക്കണം, പ്രത്യേകിച്ച് ഞാൻ. അല്ലാതെ വേറെ ആരുണ്ട്? കിഷോറും വൈഷ്ണവിയും സന്ദീപിനെ അനുകൂലിച്ച് തലയാട്ടി. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. അവൾ എന്നോട് എന്ത് പറഞ്ഞാലും ഞാനത് സഹിക്കും. എനിക്കുണ്ടാകുന്ന വേദനയേക്കാൾ എത്ര ഇരട്ടി വേദന അവൾ അനുഭവിച്ചു കഴിഞ്ഞു. അത് അവളുടെ കുറ്റം കൊണ്ടല്ല, ഞാൻ കാരണം. നീ എന്തായാലും തനിച്ചങ്ങോട്ട് പോകണ്ട, കിച്ചുവും കൂടെ വരട്ടെ. വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് കാണണം അവളെ. ഞങ്ങൾക്കിടയിൽ ആരുണ്ടെങ്കിലും അതൊരു തടസ്സമായിരിക്കും. സന്തു, അല്ലി അവിടെ തനിച്ചേ ഉള്ളൂ. നീ ചെന്ന് കോളിംഗ് ബെല്ല് അടിച്ച് അവൾ തുറക്കണമെന്നില്ല. അതൊരു വിഷയമല്ല ആൻറ്റി. ഞാൻ അവിടെ തന്നെ നിൽക്കും. എപ്പോഴെങ്കിലും തുറക്കൂലേ? സന്ദീപ് കാറിൻ്റെ കീച്ചയും കിഷോറിനെ ഏൽപ്പിച്ചു. ഞാൻ പോയിട്ട് വരാം. ഇപ്പോഴേ പോവാണോ? വന്നതല്ലേ ഉള്ളൂ. ഒരു ചായയൊക്കെ കുടിച്ചിട്ട്. ചായ കുടിക്കാൻ ഞാൻ വരാം. ആദ്യം ഞാൻ അവളെ ഒന്ന് കാണട്ടെ. കിഷോറിന് കൂടെ ചെല്ലണമെന്നുണ്ടായിരുന്നു. എന്നാൽ സന്ദീപ് ആദ്യമേ തന്നെ വിലക്കിയത് കാരണം നിസ്സഹായനായി നിൽക്കാനേ അവന് കഴിഞ്ഞുള്ളൂ. സന്ദീപ് അല്ലിമയുടെ വീട്ടിലെത്തി. സിറ്റൗട്ടിൽ കയറി കോളിംഗ് ബെല്ലടിച്ചു. സ്റ്റെയർകേസിൻ്റെ പാതയോളം ഇറങ്ങി വന്ന് പടിയിൽ തളർന്നിരിക്കുകയായിരുന്നു അല്ലിമ. സന്ദീപിൻ്റെ കാറ് വരുന്നത് കണ്ട് വേവലാതയുടെ ടെറസിൽ നിന്ന് ഓടിപ്പോന്ന അവൾ അത്രയിടം വന്നപ്പോഴേക്കും തളർന്നുപോയി. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് വീണ്ടും അവൾ നടുങ്ങി. അത് ചെവിയിലല്ല, നേരെ നെഞ്ചിന് താഴെയാണ് മുഴങ്ങുന്നതെന്ന് അവൾക്ക് തോന്നി. വേദനയും നടുക്കവും തുന്നിപ്പിടിച്ച ഒരു ചാട്ടവാറ് കൊണ്ട് അടിക്കുന്നത് പോലെയാണ്. 3-ാം തവണ ബെൽ മുഴങ്ങിയപ്പോൾ റെയിലിൽ പിടിച്ച് അവൾ എഴുന്നേറ്റു. പാദങ്ങൾക്ക് ബലമില്ല. ഓരോ പടിയിലും ചെളിയിൽ പൂണ്ട പോലെ കുഴഞ്ഞു പോകുന്നു. എന്താണ് ചെയ്യണത്? സംസാരിക്കണോ? വാതിൽ തുറന്ന് നോക്കി ഉപദ്രവിക്കരുത് എന്നൊരു വാക്ക് പറഞ്ഞ് വാതിൽ വലിച്ചടച്ചാൽ മതിയോ? ആരോ കണ്ണ് കെട്ടി വിട്ടതുപോലെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് പതറി അവൾ മുൻവാതിക്കലെത്തി. ഇപ്പോൾ ബെല്ലടിയില്ല. അല്പസമയം കൂടി അവൾ വാതിലിനരികെ ശ്വാസം അടക്കി തിന്നു. തിരിച്ചു പോയോ?
പീപ്പ് ഹോളിലൂടെ അവൾ സിറ്റൗട്ടിലേക്ക് നോക്കി. പോയിട്ടില്ല. സിറ്റൗട്ടിൽ കാത്തു നിൽപ്പുണ്ട്. അല്ലിമ പാരവശ്യത്തോടെ വാതിലിന് സമീപം ചുമരിലേക്ക് ചാരി തളർന്നു നിന്നു. അധ്യായം 32. ഡോർബെല്ലിൻ്റെ ശബ്ദം വീണ്ടും വീണ്ടും ചാട്ടവാറടി പോലെ അല്ലിമയുടെ ഉടലിലൂടെ പൊളഞ്ഞു കയറി. ആ നടുക്കം അവളെ ചിന്താശേഷിയില്ലാത്ത പോലെ മന്ദതയിൽ നിന്ന് ഉണർത്തി. പീപ്പ് ഹോളിലൂടെ അവൾ നോക്കി. സന്ദീപ് വാതിലിന് നേർക്ക് നോക്കി നിൽക്കുന്നു. വാതിൽ തുറക്കാതെ അവൻ പോയില്ലെന്ന് അവൾക്ക് തീർച്ചപ്പെട്ടു. മനോബലം സംഭരിച്ച് അല്ലിമ ബോൾട്ടെടുത്ത് വാതിൽ പാതി തുറന്നു പിടിച്ച് സന്ദീപിനെ നോക്കി. എന്താ? അവൾ അപരിചിതനോടെന്ന പോലെ ചോദിച്ചു. എത്രയൊക്കെ ധാർഷ്ട്യം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും സങ്കടം അവളുടെ മിഴികളിൽ തന്നെ ഉണ്ടായിരുന്നു. താൻ മുമ്പ് കണ്ടിട്ടുള്ള അല്ലിമയല്ല അതെന്ന് സന്ദീപിന് തോന്നി. ആത്മബലം നഷ്ടപ്പെട്ട് ശാരീരികമായി തളർന്ന് ഒന്ന് ചുരുങ്ങി നിൽക്കുന്ന പോലൊരു രൂപം. അല്ലി, ആർദ്രസ്വരത്തിൽ അവൻ വിളിച്ചു. സോറി, എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഐ എം സോറി, റിയലി സോറി. അവൻ അവളുടെ മുമ്പിൽ കൈകൂപ്പി ക്ഷമയാചിക്കണമെന്നുണ്ടായിരുന്നു. അതിനു മുമ്പേ അല്ലി പറഞ്ഞു, എല്ലാം മനസ്സിലായില്ലേ? ഇനി എന്നെ കാണാൻ വരരുത്, എന്നെ ഫോൺ ചെയ്യരുത്. അല്ലി, ഇത് കേൾക്കാനാണോ ഞാൻ വന്നത്? എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. എനിക്കൊന്നും പറയാനില്ല. വാതിലടച്ചോട്ടെ. നോ നോ അല്ലി, പ്ലീസ്. ഞാൻ ഹരിപ്പാട്ടെന്ന് കാർ ഓടിച്ച് വരിക, നിന്നെ കാണാൻ വേണ്ടി മാത്രം, നിന്നോട് സംസാരിക്കാൻ. വേറെ ഒന്നിനുമല്ല. ഇവിടെ ഇപ്പം ഞാൻ തനിച്ചേ ഉള്ളൂ. എനിക്കൊന്നും പറയാനില്ല, അതുകൊണ്ടാണ്. എനിക്കറിയാം നീ തനിച്ചേ ഉള്ളൂന്ന്. എന്നെ വീട്ടിലേക്ക് കയറ്റണ്ട. ഈ സിറ്റൗട്ടിൽ നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ മുറ്റത്തിറങ്ങി നിന്ന് സംസാരിക്കാം. സന്ദീപ് അപേക്ഷാസ്വരത്തിൽ പറഞ്ഞു. നമ്മൾ തമ്മിലൊരു ബെറ്റുണ്ടായിരുന്നു. ഞാൻ ജയിക്കുന്നു. ഞാൻ നല്ലപോലെ ഉറപ്പിച്ച ബെറ്റ്. പക്ഷെ ഞാൻ തോറ്റുപോയി. ഞാനല്ലേ സോറി വരേണ്ടത്? സോറി, പ്ലീസ് ഫോർഗിവ് മീ. എല്ലാത്തിനും ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. അറിഞ്ഞുകൊണ്ട് പറ്റിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടില്ല. എന്നോട് പറഞ്ഞല്ലോ ഞാൻ എന്തൊക്കെയോ മറച്ചു വെച്ചെന്ന്. അതിനല്ലേ അല്ലേ ഞാൻ സോറി പറഞ്ഞത്. സന്ദീപിൻ്റെ കണ്ടവിടറി. നിനക്കിതൊന്നും അറിയില്ല എന്ന് എന്നോട് ആരും പറഞ്ഞില്ല, പറയരുതെന്നും പറഞ്ഞില്ല. അല്ലിയുടെ അച്ഛൻ തന്നെ ഇവിടെ വന്ന് അങ്ങനെ ഒരു സത്യം വെളിപ്പെടുത്തിയെന്ന് കേട്ടപ്പോൾ സാരമില്ല, അതെൻ്റെ കണ്ണ് തുറപ്പിച്ചു. എനിക്കൊരു വിഷമമില്ല. ആദ്യം ഒരു ഷോക്കുണ്ടായി. ഇടിമിന്നലേറ്റെന്നൊക്കെ കേട്ടിട്ടില്ലേ? അതെന്താണെന്ന് മനസ്സിലായി. എന്നാലും സാരമില്ല, എന്നെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞല്ലോ, ഞാൻ ആരാണെന്നും എന്താണെന്നൊക്കെ. അല്ലി, എനിക്കറിയാം നിനക്ക് ഭയങ്കര വിഷമമുണ്ടായെന്ന്. ഞാനാണല്ലോ അതിന് കാരണക്കാരൻ. അതൊക്കെ ഓർത്തിട്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. അതെല്ലാം കഴിഞ്ഞല്ലോ. ഇനി എന്താ? ഒന്നുമില്ല. ഇവിടെ ഞങ്ങളുടെ ഭാഗത്താണ് തെറ്റുപറ്റിയത്. ആരെയും ചതിക്കാൻ വേണ്ടി എൻ്റെ അച്ഛനും അമ്മയും ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുകയില്ല. അവരുടെ മനസ്സിൻ്റെ വലിപ്പം എനിക്ക് പോലും അറിയില്ലായിരുന്നു. ഇപ്പോൾ ശരിക്കും അറിയാം. അവരൊന്നും ഒരിക്കലും ആരെയും ചതിക്കില്ല. എന്നെ സേവ് ചെയ്യാൻ വേണ്ടി ആദ്യം ചിലതൊക്കെ മറച്ചു പിടിച്ചിട്ടുണ്ടായിരിക്കും. അതിന് ഞാൻ ക്ഷമയോദിക്കുക. അവരോടും ക്ഷമിച്ചേക്കണം. അല്ലി, പ്ലീസ്. നമ്മൾ തമ്മിൽ ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്കിടയിൽ ഇങ്ങനെയൊരു ഫോർമാലിറ്റി ഉണ്ടായിരുന്നോ? ഒരാൾ ഇത്തിരി കുറുമ്പ് കാണിച്ചാൽ ചെവിക്ക് പിടിച്ച് തിരുമ്മിക്കൊണ്ട് പറയുന്ന പോലെയല്ലായിരുന്നു നമ്മൾ. ഞാൻ ഇത്രയൊന്നും പറയണമെന്ന് വിചാരിച്ചല്ല. ആദ്യം പറഞ്ഞ 4 വാക്ക്: കാണാൻ വരരുത്, ഫോണിൽ വിളിക്കരുത്. അത്രയേ ഉള്ളൂ. ഈ പാതി വഴിക്ക് എന്നെ ഇട്ടിട്ട് പോവാണോ അല്ലേ? ഞാനല്ലല്ലോ ഉപേക്ഷിച്ചത്. പിന്നെ ഞാനാണോ? ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. ഒരു സംഗതി എൻ്റെ അടുത്ത് മറച്ചു വെച്ചല്ലോ എന്ന് പരാതി പറഞ്ഞല്ലേ ചെയ്തുള്ളൂ. അത് മാത്രമല്ലല്ലോ പ്രോബ്ലം. എന്തിനു വേണ്ടി ഈ വഴക്കൊക്കെ ഉണ്ടായത്? അതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ. ഇല്ല, എൻ്റെ മനസ്സിലില്ല. എനിക്കിപ്പോഴും നിന്നോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയത്, എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം. വേണ്ട, അല്ലിമ തടഞ്ഞു. അതൊക്കെ എന്നോടുള്ള സഹതാപം കൊണ്ടാണ്. അങ്ങനത്തെ സഹതാപമോ അനുകമ്പയോ കാരുണ്യമോ ഒന്നും വേണ്ട. കാര്യം എന്താണെന്നറിയോ? എന്നെപ്പോലെ ഭാഗ്യം ചെയ്ത ഒരു പെണ്ണ് ഇന്ന് ഈ ലോകത്ത് വേറെ ഒന്നുമില്ല. ഞാൻ ആരുമല്ലാഞ്ഞിട്ടും സ്വന്തം മക്കളേക്കാൾ കൂടുതലായിട്ടാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ സ്നേഹിച്ചത്. സന്ദീപേട്ടൻ്റെ അച്ഛനും അമ്മയും സ്വന്തം മകനായതുകൊണ്ടല്ലേ സ്നേഹിക്കുന്നത്. അവരെ എതിർത്തുകൊണ്ട് എന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച ആ വീട്ടിൽ ചിലപ്പോൾ സന്ദീപേട്ടന് സ്ഥാനം ഉണ്ടായെന്ന് വരില്ല. സന്ദീപിനൊന്നും പറയാനില്ലായിരുന്നു. അല്ലിമ സത്യത്തോട് എത്രമാത്രം അടുത്തു നിൽക്കുന്നു എന്നവൻ ആശ്ചര്യപ്പെട്ടു. എൻ്റെ അച്ഛനും അമ്മയുണ്ടല്ലോ, അവർക്ക് ഇഷ്ടമില്ലാണ്ടെല്ലാം കൂടിയും ഈ കല്യാണത്തിന് അവർ സമ്മതിച്ചു. ആരാ സന്ദീപേട്ട വലുത്? എനിക്ക് എന്തിനാ കുറവാ? ഒന്നുമില്ല. നിങ്ങൾക്ക് ആർക്കും കിട്ടുന്നതിനേക്കാൾ കൂടുതലാണ് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും തന്നുകൊണ്ടിരിക്കുന്നത്. അല്ലേ, അതൊക്കെ ഞാൻ സമ്മതിച്ചു. എന്നെ ഇപ്പോൾ എന്തിനാണ് ഇവിടെ ഉപേക്ഷിക്കുന്നത്? ഞാനെന്ത് തെറ്റ് ചെയ്തു? സന്ദീപേട്ടൻ തെറ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നോട് സ്നേഹവും
അനുകമ്പയും ദയയും ഒക്കെ ഉണ്ടെന്നറിയാം. പക്ഷെ എന്നെ കല്യാണം കഴിക്കാൻ വീട്ടുകാരെ സമ്മതിച്ചോ? ഇല്ലല്ലോ. അവരുടെ സമ്മതം എനിക്കൊരു പ്രശ്നമല്ല. എനിക്കത് പ്രശ്നമാണ് സന്ദീപേട്ട. അവരെല്ലാം എതിർത്തുകൊണ്ട് വേണ്ട. സന്ദീപേട്ടൻ ഒരേ ഒരു മകനല്ലേ. അവരെ ധിക്കരിച്ചുകൊണ്ട് സന്ദീപേട്ടൻ വരുന്നത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടാവില്ല. ഇത്രയും കാലം ഒന്നും അറിയാണ്ട് ഞാൻ അവരെ കുറേ വിഷമിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാനങ്ങനെ ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. അവരെനിക്ക് തന്നിടത്തോളം വിലപിടിച്ച സ്നേഹമൊന്നും ഇനി എനിക്ക് കിട്ടാനുമില്ല. അല്ലിമ ഉറച്ച നിലപാടിലാണെന്ന് സന്ദീപിന് മനസ്സിലായി. എന്നോട് അത്രയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അതുകൊണ്ടല്ല, എനിക്കിപ്പോഴും സന്ദീപേട്ടനോട് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, സങ്കടമുണ്ട്. എന്നാലും ശരി, എൻ്റെ അച്ഛനെ അമ്മയെ ഞാൻ വിഷമിപ്പിക്കില്ല. അല്ലിമയുടെ സ്വരം സങ്കടത്തിൽ കുതിർന്നു. സന്ദീപ് അങ്ങിങ്ങ് പതറി നോക്കി. ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് ഫലമില്ലെന്ന് അവന് തോന്നി. അല്ലി, ഇപ്പോൾ ഞാൻ നിന്നെ ഒന്നിനും നിർബന്ധിക്കുന്നില്ല. നിൻ്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഒരു കാര്യം നീ മറക്കരുത്, എനിക്കൊരു മനസ്സും വിഷമമൊക്കെ ഉണ്ട്. ഒരിക്കൽ പോലും ഞാൻ നിന്നെ തള്ളി പറഞ്ഞിട്ടില്ല. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു, അത് സ്വാഭാവികമാണ്. ഞാനത് തിരുത്തി. നീ പോയി വിധിക്കുന്ന ശിക്ഷയുണ്ടല്ലോ, അകൽച്ച, അത് ഞാൻ അർഹിക്കുന്നില്ല. അതിനതൊക്കെ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടുമില്ല. ഇത്ര ദൂരം ഒപ്പം വന്നിട്ട് നിന്നെ വിട്ടിട്ട് പോകാനും ഞാൻ തയ്യാറില്ല. നിൻ്റെ കൂടെ തന്നെ നിൽക്കും. ഞാൻ ഇനിയും വരും. നമ്മൾ തമ്മിൽ കാണും, സംസാരിക്കും. അത്രയും പറഞ്ഞിട്ട് സന്ദീപ് സിറ്റൗട്ടിൽ നിന്നിറങ്ങി. ഗേറ്റിനപ്പുറം ചെന്നിട്ട് തിരിഞ്ഞു നോക്കി. അല്ലിമ അതേ വാതിലിൽ തന്നെ നോക്കി നിൽപ്പുണ്ട്. അവൻ്റെ മനസ്സിലൊരു തണുപ്പ് വീണു. ഇത് ശരിയാവും, അവൻ തന്നോട് തന്നെ പറഞ്ഞു. റോഡ് മുറിച്ചു കിടന്ന് അപ്പുറത്ത് വീട്ടിലെത്തിയപ്പോൾ കിഷോർ ആകാംക്ഷഭരിതനായ ടെറസിലും വൈഷ്ണവി താഴെ സിറ്റൗട്ടിലും കാത്തു നിൽപ്പുണ്ടായിരുന്നു. സന്ദീപ് വൈഷ്ണവിയെ നോക്കി മന്ദഹസിച്ചു. നിന്നെ വീട്ടിൽ കയറ്റിയില്ല അല്ലേ? അങ്ങനെയല്ല ആൻറ്റി, അല്ലേ അവിടെ തനിച്ചല്ലേ ഉള്ളൂ. ആയിക്കോട്ടെ, അവളെ അറിയാത്തവനാണോ നീ? വിവാഹ നിശ്ചയത്തിന് അടുത്തുവരെ എത്തിയവരല്ലേ നിങ്ങൾ? ആൻറ്റി, നമ്മളങ്ങനൊന്നും നോക്കരുത്. ആ നോട്ടം ശരിയല്ല. കണ്ണ് ശരിയല്ലാത്തതുകൊണ്ടല്ല, മനസ്സ്. നമ്മളാണ് അവരെ തള്ളിപ്പറഞ്ഞത് ജാതകത്തിൻ്റെ പേരിൽ. പിന്നെ അവൾ ഓർഫനാണ് അറിഞ്ഞതിൻ്റെ പേരിൽ. അതൊക്കെ ശരി, പക്ഷെ നിന്നോട് അവൾ അങ്ങനെ പെരുമാറാൻ കൊള്ളാമോ? സന്ദീപ് നിരാശയുടെ മുഖം തിരിച്ചു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, വൈഷ്ണവ് പറഞ്ഞു. നീ ഇവിടെ വരുമ്പോഴൊക്കെ പാഞ്ഞു വന്നിരുന്നവളാ. നീ എന്തിനാ വന്നതെന്ന് അവൾക്കറിയാനിട്ടാണോ? അവളെ കാണാനും സംസാരിക്കാനും വേണ്ടി മാത്രമല്ലേ? ആൻറ്റി, പ്രശ്നം വഷളാക്കരുത്. മുറിവിൽ മരുന്ന് പുരട്ടുന്നതിന് പകരം തീ കോരിയിടുകയാണ് വേണ്ടത്. ഇത് അഭിമാനം പരീക്ഷിക്കാനുള്ള മത്സരമൊന്നുമല്ല. സന്ദീപ് അകത്തേക്ക് കടന്നുപോയി. കിഷോർ സ്റ്റെയർ കേസ് ഇറങ്ങി താഴെ എത്തി. അവൻ ചോദിച്ചപ്പോൾ സന്ദീപ് അല്ലിമയുമായുള്ള സംഭാഷണത്തെക്കുറിച്ച് പറഞ്ഞു. സന്ദീപിനെന്ത് തോന്നി? കിഷോർ തിരക്കി. ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല കിച്ചു. എന്നോട് വെറുപ്പും ദേഷ്യമില്ല. ആരായാലും തകർന്നു പോകുന്ന ഒരവസ്ഥയിൽ അവൾ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. എന്നാലും അങ്ങനെയല്ലായിരുന്നല്ലോ നിങ്ങൾ. കിച്ചു, നമ്മളവരുടെ വസ്ത്രത്തിന് തീ പിടിച്ചിരിക്കുന്നത് കണ്ടാൽ ഓടിച്ചെന്നത് കെടുത്താൻ നോക്കൂ. മനസ്സിന് തീ പിടിച്ചിരിക്കുന്നത് കണ്ടാലും അങ്ങനെ തന്നെ ചെയ്യണ്ടേ? അപ്പോൾ മാറി നിന്നിട്ട് കുറ്റം പറയുകയാണോ വേണ്ടത്? അല്ലിയുടെ ഒരു നിലപാടെന്താ? കിച്ചു, അവൾക്കൊരു ഷോക്ക് കിട്ടി. അവളത് അപ്സെറ്റ് ചെയ്തു കഴിഞ്ഞു. നമ്മളൊന്ന് പെട്ടെന്ന് കാണാത്ത ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടല്ലോ. ഇന്നലെ വരെ അവൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതെല്ലാം അവളുടെ അവകാശമായിരുന്നു. കിട്ടിയില്ലെങ്കിൽ അവൾ പിടിച്ചു വാങ്ങും. ഞങ്ങൾ തമ്മിലുള്ള കല്യാണാലോചന പോലും അവൾ അങ്ങനെ ഉറച്ച നിലപാടെടുത്ത് വാങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ അവൾക്കറിയാം അങ്ങനെ പിടിച്ചു വാങ്ങാനുള്ള അവകാശം അവൾക്കില്ലെന്ന്. കിട്ടുന്നതെല്ലാം ദാനാണെന്ന്. കിട്ടുന്നതുകൊണ്ട് തൃപ്തിപ്പെടാനേ പറ്റൂ. അങ്ങോട്ടൊന്നും ചോദിച്ചു വാങ്ങാൻ മനസ്സ് വരില്ല. മാനസികമായ ഒരു അടിമത്തം സംഭവിച്ചു കഴിഞ്ഞു. അവളുടെ അച്ഛനും അമ്മയും അവളോട് അങ്ങനെ പെരുമാറുന്നില്ലല്ലോ, ഇതുവരെയില്ല. പക്ഷേ ഇനി അവരും സൂക്ഷിക്കണം. ഇത്രയും കാലം അവർക്ക് അവളോട് എന്തും പറയായിരുന്നു, ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യായിരുന്നു. പക്ഷേ ഇനി കടുപ്പിച്ചൊരു വാക്ക് പറയാൻ അവർക്ക് പറ്റില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ നിസാരമല്ല അല്ലേ? പുറമേ നിന്ന് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അടിയൊഴുക്കുണ്ട്. ഇല്ലെന്ന് എത്രയൊക്കെ ഭാവിച്ചാലും അവളുടെ മനസ്സിൽ അനാഥയാണെന്നൊരു ബോധം ഇപ്പോൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അതിനി മാറ്റാൻ പറ്റില്ലേ? സന്തോഷത്തിന് ഇനി എന്ത് ചെയ്യാൻ പോണു? വീട്ടിലെന്തായാലും സമ്മതിക്കില്ലല്ലോ. വെറുപ്പിച്ചുകൊണ്ടുള്ള കല്യാണത്തിന് അല്ലി തയ്യാറുമല്ല. അല്ലെങ്കിലും അത് ശരിയല്ല. എൻ്റെ അച്ഛൻ്റെ എതിർപ്പിനൊരു ന്യായീകരണമില്ല കിച്ചു. ഞാനത് അംഗീകരിക്കാനും പോകുന്നില്ല. അല്ലിയും വീട്ടുകാരും റെഡിയാണെങ്കിൽ ഞാൻ അവളെ കല്യാണം കഴിക്കും. വീട്ടുകാരൊന്നടക്കം എതിർത്താലും, വീട്ടുകാർ മാത്രമല്ല, നീയും മംഗളും ആൻറ്റിയും ഒക്കെ എതിർത്തെന്നിരിക്കട്ടെ. എന്നാലും കിഷോർ സന്ദീപിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്നു. അല്ലെങ്കിൽ പിന്നെ ഞാനീ ചെയ്തതൊക്കെ വെറുതെ ആയില്ലേ? എൻ്റെ സ്നേഹത്തിൻ്റെ വില കെട്ടുപോയില്ലേ? പക്ഷെ അല്ലിയും വീട്ടുകാരും സമ്മതിക്കുന്നില്ലെങ്കിലോ? ഞാൻ അവരോട് സംസാരിക്കും.
ഞാൻ അവരുടെ ശത്രുവൊന്നുമല്ലല്ലോ. ജോലിയും ശമ്പളവും അഭിമാനവും മര്യാദയൊക്കെ ഉള്ള പുരുഷനാണ്. വൈകുന്നേരം 5:30 മണിയോടെ രാജഗോപാലും ഭാര്യയും ജോലി കഴിഞ്ഞ് തിരിച്ചെത്തി. അവർ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വിന്ദാര ഓടിച്ചെന്ന് സ്വകാര്യം പോലെ പറഞ്ഞു, മറ്റേ കക്ഷി വന്നിട്ടുണ്ട്. ആര്? ശ്രീലക്ഷ്മിയുടെ പുരികമായിരുന്നു. ജേർണലിസ്റ്റ്, അപ്പുറത്തെ വില്ലയിലെ. ശ്രീലക്ഷ്മിയും രാജഗോപാലും ഒരുപോലെ തലതിരിച്ചു നോക്കി. ശരിയാണ്, സന്ദീപിൻ്റെ കാറ് സുധാകരൻ നായരുടെ കോമ്പൗണ്ടിൽ കിടക്കുന്നു. രണ്ടുപേരുടെയും മനസ്സിൽ കുറേ ചോദ്യങ്ങളും സംശയങ്ങളും പൊട്ടിവിരിഞ്ഞു. അവർ പരസ്പരം നോക്കി. ഒന്നും പറയാതെ തന്നെ അവർ സംശയങ്ങൾ കൈമാറി. ചോദ്യങ്ങൾ ചോദിച്ചു. നീ ഇപ്പോൾ ഓടി വന്ന് ഞങ്ങളോട് രഹസ്യം പോലെ പറയാനെന്താ കാരണം? രാജഗോപാൽ മകളോട് ചോദിച്ചു. കാരണമല്ലേ ഉള്ളൂ, ഇവിടെ 2-3 ദിവസമായിട്ട് ഇതിൻ്റെ പേരിലല്ലേ കരച്ചിലും പിഴിച്ചിലും. ശരിക്കും പറഞ്ഞാൽ അച്ഛനും അമ്മയും ഹരിപ്പാട് പോയി വന്നപ്പോൾ മുതൽ. അത് ശരിയാണ്. രാജഗോപാലിന് സമാധാനമായി. അല്ലമ്മയുടെ സ്വത്വം വെളിപ്പെട്ടുണ്ടാവുമെന്ന് അയാൾക്ക് ആശങ്കയുണ്ടായിരുന്നു. വിന്ദാരയുടെയും വിശാഖിൻ്റെയും കേൾവി എത്താത്തിടത്തു നിന്നു അതീവ ശ്രദ്ധയോടെയാണ് രാജഗോപാലും ശ്രീലക്ഷ്മിയും ഈ വിഷയം കൈകാര്യം ചെയ്തു പോകുന്നത്. അതൊന്നും അറിയാതെ പുറമേ നിന്ന് വരുന്ന ഒരാൾക്ക് എളുപ്പത്തിൽ കലമുടച്ചിട്ട് പോകാൻ കഴിയും. നിങ്ങൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ സന്ദീപ് ഇവിടെ ഉണ്ടായിരുന്നോ? ശ്രീലക്ഷ്മി ചോദിച്ചു. ഇല്ല, പക്ഷെ ചേച്ചി വല്ലാതെ നെർവസായിരുന്നു. അത് ഞാൻ നോട്ട് ചെയ്തു, വിന്ദാര പറഞ്ഞു. ശ്രീലക്ഷ്മി ഭർത്താവിനെ അർത്ഥഗർഭമായി നോക്കിയിട്ട് അകത്തേക്ക് പോന്നു. അല്പനിമിഷങ്ങൾക്ക് ശേഷം രാജഗോപാലും ബെഡ്റൂമിലെത്തി. അല്ലിമോളെ കണ്ടോ? അയാൾ ചോദിച്ചു. റൂമിലാണെന്ന് തോന്നുന്നു. കണ്ടില്ല. അവനിവിടെ വന്നിട്ടുണ്ടായിരിക്കുമല്ലേ? ഉറപ്പല്ലേ? അതിനു വേണ്ടിയാണല്ലോ അവൻ വന്നത് തന്നെ. എന്താ ചെയ്യണ്ടേ? നമ്മളൊന്നും ചെയ്യാനില്ല, അവളുടെ ഇഷ്ടം. അവർ ഡ്രസ്സ് മാറിയപ്പോഴേക്കും അല്ലിമ്മ രണ്ടുപേർക്കും ചായയായിട്ടെത്തി. ശ്രീലക്ഷ്മി അവളെ സൂക്ഷിച്ചു നോക്കി. നിന്നോടാര് പറഞ്ഞു ചായ എടുക്കാൻ? ഞാനല്ലേ അത് ചെയ്യാറ്. അമ്മ ചായ കുടിച്ചു നോക്ക്, ഞാനിട്ട ചായ നല്ലതാണോ എന്ന്. നല്ലതായിരിക്കും. ശ്രീലക്ഷ്മി ഒരു കപ്പ് ചായ എടുത്തു. അല്ലിമ്മ രാജഗോപാലിന് ചായ നൽകി. ശ്രീലക്ഷ്മി ഒരു കവിള് കുടിച്ചിറക്കി. കൊള്ളാം, ബെസ്റ്റ്, താങ്ക് യു. സന്ദീപ് വന്നപ്പോൾ നീ ചായ എടുത്തോ? ശ്രീലക്ഷ്മിയുടെ ചോദ്യം ഓർക്കാപ്പുറത്തായിരുന്നു. രാജഗോപാൽ ശാസിക്കുന്ന മട്ടിൽ ശ്രീലക്ഷ്മിയെ നോക്കി. ശ്രീലക്ഷ്മി പോലും പ്രതീക്ഷിച്ചല്ല തൻ്റെ നാവിൽ നിന്നും അങ്ങനൊരു ചോദ്യം വരുമെന്ന്. അല്ലമ്മയുടെ മുഖം വാടുന്നത് അവർ കണ്ടു. ഇല്ല, അവൾ പറഞ്ഞു. അതെന്താ? രാജഗോപാൽ ചോദിച്ചു. സിറ്റൗട്ടിൽ നിന്നോണ്ടാ സംസാരിച്ച്. കയറിയിരിക്കാൻ നീ പറഞ്ഞില്ലേ? ഇല്ല. പറയേണ്ടതല്ലായിരുന്നോ? ഞാൻ ഒറ്റയ്ക്കല്ലേ, അച്ഛനും അമ്മയും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. ഒറ്റയ്ക്കാണെങ്കിൽ എന്താ? സന്ദീപ് സ്ട്രേഞ്ചറൊന്നുമല്ലല്ലോ. നിൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടോ? അതുകൊണ്ടല്ല അച്ഛാ, എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. നമ്മളൊരിക്കലും മര്യാദകേട് കാണിക്കരുത്. പിന്നെ നമുക്ക് പറയാനുള്ളത് മുഖത്ത് നോക്കി പറയണം. ഞാൻ പറഞ്ഞു ഇനി ഇവിടെ വരരുതെന്ന്, ഫോണിൽ വിളിക്കരുതെന്ന്. അല്ലിമ്മയുടെ മിഴികളിൽ ഈർപ്പം തളം കിട്ടി. അങ്ങനെയൊന്നുമല്ല പറയേണ്ടത്. അപ്പോഴേക്കും കോളിംഗ് ബെല്ലടിക്കുന്നത് കേൾക്കായി. ശരി, ആരാണെന്ന് നോക്ക്, രാജഗോപാൽ അവളെ പറഞ്ഞയച്ചു. നോക്കാനൊന്നുമില്ല, അവനായിരിക്കും, ശ്രീലക്ഷ്മി പറഞ്ഞു. അല്ലിമ്മ പരിഭ്രാന്തനായി വേഗം തിരിച്ചെത്തി. അപ്പുറത്തെ സുധാകരണങ്ങളും പിന്നെ അല്ലിമ്മ വെക്കി. നമ്മളിങ്ങോട്ട് കയറി വന്നല്ലേ ഉള്ളൂ. ശ്രീലക്ഷ്മി ഭർത്താവിനെ നോക്കി. കയറിയിരിക്കാൻ പറയും, ചെല്ല്, രാജഗോപാൽ നിർദ്ദേശിച്ചു. അത് പറഞ്ഞിട്ടാണ് പോകുന്നത്. അല്ലിമ്മ മുഖം താഴ്ത്തി. ശരി, നീ റൂമിലോട്ട് പോയിക്കോ. അല്ലിമ്മ തിരികെ പോയി. എന്താ പറയാൻ പോകുന്നത്? ശ്രീലക്ഷ്മി ചോദിച്ചു. അവനല്ലേ എല്ലാത്തിനും കാരണം. ആദ്യം പെണ്ണ് ചോദിച്ചു വന്നപ്പോൾ റിജക്റ്റ് ചെയ്തു, എന്നിട്ട് വീണ്ടും വന്നു. അല്ലിമോളുടെ കരിയറിന് തടസ്സമുണ്ടാക്കി. ഒടുവിൽ ജാതകത്തിൻ്റെ പേര് പറഞ്ഞ് അവളെ തള്ളി. ഇപ്പോൾ അവളുടെ ജന്മരഹസ്യം പൊട്ടിച്ച് ഇങ്ങനെ ഒരാളോട് നമ്മൾ എന്താ പറയേണ്ടത്? രാജഗോപാൽ ചോദിച്ചു. അവളെ കൂടുതൽ സങ്കടപ്പെടുത്താതെ നോക്കണം, ശ്രീലക്ഷ്മി പറഞ്ഞു വെച്ചു. അവളെ അവന് വേണമെങ്കിൽ കല്യാണം കഴിച്ചോട്ടെ, പക്ഷെ അവൻ്റെ അച്ഛനും അമ്മയും കുടുംബക്കാരും സമ്മതിക്കണം. അല്ലാതെ വെറുതെ അവിടെ കയ്യെ പിടിച്ച് അവൻ്റെ കൂടെ ഇറക്കി വിടാൻ പറ്റില്ല. രാജഗോപാല പറഞ്ഞു. ശരി, അതാ അതിൻ്റെ ശരി. ശ്രീലക്ഷ്മി ഭർത്താവിൻ്റെ അഭിപ്രായത്തെ പിന്തുണച്ചു. പ്രിയരെ, നമ്മുടെ ഇന്നത്തെ അധ്യായം ഇവിടെ തുടരുകയാണ്. നാളെ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അപ്പം വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.